ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മളുടെ നടപ്പിനൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അല്ലേ അങ്ങനെ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ ഒരു കോൺഫിഡൻസ് കുറവ്, നമ്മൾ നടക്കുമ്പോൾ ഒരു വേദനയുള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് വളഞ്ഞും നിവർന്നും ഒക്കെ നടക്കും. അത് തന്നെ നമ്മൾക്കൊരു 10 വയസ്സ് കൂടുതൽ തോന്നിക്കും. നമ്മൾ എപ്പോഴും നല്ല റിജിഡായിട്ട് സ്മാർട്ടായിട്ട് നടക്കണം. അപ്പോൾ അതൊക്കെ നമ്മളുടെ എല്ലിൻ്റെ, നമ്മളുടെ ജോയിൻസിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മളുടെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ, നമ്മൾ എത്ര പറഞ്ഞാലും ഇത് കഴിക്കൂ അത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 3 മാസത്തേക്ക് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് അതിനെ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. അതുപോലുള്ള എല്ലാ വിറ്റാമിനും കൂടെ ചേരുന്ന നിറയെ കൊളാജിനൊക്കെയുള്ള ഒരു ന്യൂട്രീഷ്യസ് ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 32 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. വളരെ മാജിക്കൽ പവറുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആ ഒരു മാജിക്കൽ ഡ്രിങ്ക് നമ്മൾക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ടും ഏജ്ഡ് ലുക്ക് തോന്നാതിരിക്കാനും ചുളിവുകളൊക്കെ മുഖത്ത് വീഴാതിരിക്കാനും മാർക്കുകളൊക്കെ പോകാനും, ചിലരൊക്കെ പറയത്തില്ലേ എന്ത് തന്നെ ചെയ്താലും ഫേസിനൊരു പ്രകാശമില്ല, ഫേസ് ബ്ലാക്ക് ആവുന്നു എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ മാറാനായിട്ട് നല്ല ഒരു എനർജറ്റിക് ഡ്രിങ്കാണ്. നിങ്ങളിത് ഡെയിലി ടീ കോഫി പോലെ തന്നെ കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ സമയമുണ്ടോ അപ്പോൾ ഉണ്ടാക്കി കുടിക്കാം. ഞാൻ 2 രീതിയും കാണിച്ചു തരാം. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കഴിച്ചു നോക്കൂ. കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസം കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു 30 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഡ്രിങ്ക്സ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തെ റീബിൽഡ് ചെയ്യാനും ഇതിലെ അമിനോ ആസിഡ്സും ആന്റി ഓക്സിഡൻസും നമ്മളെ യൂത്ത്ഫുൾ ലുക്ക് തരാനും അതുപോലെ തന്നെ കൊളാജിന്റെ പ്രവർത്തനം കൂട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മളെ സ്കിന്നെ റീജനുവേറ്റ് ചെയ്ത് നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട് ചെറുപയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല കട്ടിയുള്ള പാനിൽ. പിന്നെ നമ്മൾ ഇടുന്നത് ബ്ലാക്ക് കടലയാണ്. കറുത്ത കടലയിൽ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ മസിൽസിന്റെ സ്ട്രെങ്തനിങ് കീപ്പ് ചെയ്യാനും, അതായത് സാഗാകാതെ സ്കിൻ സാഗാകാതെ സഹായിക്കുന്ന ഒക്കെയാണ്. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ഒരു 10-15 രാജ്മ കൂടെ ഇട്ട് കൊടുക്കാം. ഫൈബർ ധാരാളം അടങ്ങുന്നതുകൊണ്ട് നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ, ദഹനത്തെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിൽ നിറയെ ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ സ്കിന്ന് ഓക്സിഡേറ്റ് നിറം മങ്ങി പോകാതെ, സ്കിന്ന് ഏജ് ആകുന്ന ലുക്ക് വരാതെ നമ്മളുടെ സ്കിന്ന് യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് ജൗവരിസിയാണ്. ആന്റി ഓക്സിഡന്റ് കൊണ്ട് സമ്പുഷ്ടമാണ്. ഫ്രീ റാഡിക്കൽസിൽ നിന്നും കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ, ദഹനത്തെ ഇംപ്രൂവ് ആക്കാനും മെറ്റാബോളിസത്തെ ഇംപ്രൂവ് ആക്കാനും സഹായിക്കുന്നതാണ്. മസൂർ ദാലാണിത്. അയണിന്റെ ഫ്ലേവർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ പൊതുവായ പോഷകാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും നിറയെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. മസിൽ ബിൽഡിങ്ങിനെ സഹായിക്കുകയും നമ്മുടെ കോശങ്ങളെ റിജനുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് കമ്പാണ്. പേൾ മില്ലറ്റ് എന്നും ബജ്ര എന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നതാണ്. ആന്റി ഓക്സിഡന്റുകൾ സമ്പുഷ്ടമാണ് ഇതിൽ. ഫ്രീ റാഡിക്കൽസുകൾ മൂലമുള്ള ഓക്സിഡേറ്റ് ആകുന്ന നമ്മുടെ ചർമ്മത്തിന്, നിറം മങ്ങുന്ന നമ്മുടെ ചർമ്മത്തിന് കോശങ്ങൾ ബിൽഡ് ചെയ്ത് സഹായിക്കുന്നതാണ്. പ്രോട്ടീനുകൾ നിറയുണ്ട്, അമിനോ ആസിഡ് നിറയുണ്ട്. ശരീരകോശങ്ങളെ നമ്മളുടെ റെജിനുവേറ്റ് ചെയ്ത് നമ്മളെ യൂത്ത്ഫുൾ ഗ്ലോ തരുന്നതാണ്. മിനറൽസും നിറയെ അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയവയൊക്കെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. പ്രോട്ടീൻ നിറഞ്ഞ കടലപ്പരിപ്പിൽ ഫൈബർ ധാരാളമുണ്ട്. ഡൈജഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പോഷക സമൃദ്ധമാണ്. ഇരുമ്പ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ യൂത്ത്ഫുൾ ഗ്ലോന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് എല്ലാം നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇതിലെല്ലാം തന്നെ പ്രോട്ടീൻ, ഫൈബർ, മഗ്നീഷ്യം, ധാതുക്കളൊക്കെ നിറയെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് യൂത്ത്ഫുൾ ഗ്ലോ തരാൻ വളരെ നല്ലതാണ്. ഇത് കുതിരവാലി എന്ന് പറയുന്ന ഒരു മില്ലറ്റ് ആണ്. ഏജ് ആകുമ്പോൾ നമ്മളുടെ സെൽസ് ഡാമേജ് ആകുന്നതിനെയും ഒക്കെ സഹായിക്കുന്നതാണ്. ആന്റി ഓക്സിഡന്റുകൾ നിറയെ അടങ്ങിയിട്ടുണ്ട്. ഫൈബറാൽ സമ്പുഷ്ടമായതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്ത് ഗട്ട് ഹെൽത്തിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഗോതമ്പാണ്. ഗോതമ്പ് അതുപോലെ തന്നെ ഫൈബറിൽ റിച്ച് ആണ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ നമ്മൾക്ക് യൂത്ത്ഫുൾ ഗ്ലോ തരുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ഇട്ടത് ഉലുവയാണ്. 1/4 ടീസ്പൂൺ ഉലുവ. നിറയെ ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട്, ദഹനത്തെ സഹായിക്കുകയും ആന്റി ഓക്സിഡന്റുകൾ നിറയെ അടങ്ങിയിട്ടുണ്ട് ഉലുവയിൽ. അതുപോലെ തന്നെ ഈ എല്ലാം കൂടെ ചേർന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു സ്പൂൺ ജീരകമാണ് ഇപ്പോൾ ഇട്ടത്. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഡബിൾ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാനും എല്ലാ അമിനോ ആസിഡും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ജീരകത്തിൽ. ഇപ്പോൾ നമ്മൾ ഇടുന്നത് മിനറൽസാൽ സമ്പുഷ്ടമായ കറുത്ത ഉഴുന്നാണ്. തോലുള്ളത് കൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് വറുത്തെടുക്കുക. പ്രോട്ടീൻ റിച്ച് ആണത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് റാഗി, മുത്താറി എന്നൊക്കെ പറയുന്നത്. അതും നമ്മൾ എല്ലാം 50 ഗ്രാം ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതും നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണത്. അതുകൊണ്ട് നമുക്ക് ബ്ലോട്ടിംഗ്, വയറ് വീർത്ത് വരാതെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിൽ എല്ലാ മിനറൽസും ധാതുക്കളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ബാർലിയാണ്. ബാർലി നമ്മളുടെ ബോഡിയെ കൂളാക്കി വെക്കാനും അതുകൊണ്ട് പിത്തം ബൂസ്റ്റ് ആവാതെ നമ്മളുടെ ഫേസിനെ ഒന്ന് കറുത്തു പോകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടല നിറയെ പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് നട്ട്സ് ഇടാം. കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ട് നിറയെ പ്രോട്ടീൻ ആണ്. നമ്മൾക്ക് ഇതിനെ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കുറച്ച് ഏലക്കായും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പിസ്താഷ്യൂ ആണ്, പിസ്ത പരിപ്പാണ്. അതിലും നിറയെ പ്രോട്ടീനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് വെളുത്ത എള്ളാണ്. ലേഡീസിന് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് യൂട്രസിന്റെ ഹെൽത്തിനും സ്കിന്നിന്റെ ഹെൽത്തിനും നമ്മുടെ ഹോർമോണിന്റെ ബാലൻസിനും ഒക്കെ. പിന്നെ ഇട്ടത് കമ്പാണ്. ഇപ്പൊ ഇടുന്നത് കസകസയാണ്. ഇതെല്ലാം തന്നെ ആന്റി ഓക്സിഡന്റുകൾ നിറയെ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മൾക്ക് യൂത്ത്ഫുൾ ഗ്ലോ തരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ബാദാമാണ്. ബദാം റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് അവിലിടാം. അവിലിനകത്തൊക്കെ നിറയെ ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റൈസ്. ഏത് റൈസ് വേണേലും നിങ്ങൾക്കിടാം. പിന്നെ നമ്മൾക്ക് ഇടേണ്ടത് കുറച്ച് ഓട്സ് ആണ്. ഇതിലെല്ലാം തന്നെ ഒരേപോലെ ഈക്വൽ ആയിട്ട് ധാതുക്കളും പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഒരു 50 ഗ്രാം നിലക്കടല ഇടാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ബൗളിലാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ ആറാൻ വെക്കേണ്ടതാണ്. പ്ലേറ്റിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആറാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇത് ചൂടാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ചേർക്കേണ്ടതുണ്ട്. ഓവറോൾ ഡൈജഷനെ ഒന്ന് ബാലൻസ് ചെയ്യാനും. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ചുക്കില്. എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നല്ല ഗ്ലോ തരുന്നതാണ്. ഇത് നമ്മൾക്ക് ആറിക്കഴിഞ്ഞ് ഒരു മിക്സിയിലിട്ട് പൊടിക്കാം. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മില്ലിൽ കൊണ്ട് കൊടുത്താൽ അവർ പൊടിച്ചു തരും. നിങ്ങൾക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ചായിട്ട് ഇട്ട് പൊടിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ മില്ലറ്റുകളൊന്നും പൊടിയാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അങ്ങനെ അല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് ആ പൗഡർ നല്ല ആറാൻ വെക്കണം. ആറാൻ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ആറാൻ വെച്ചിട്ട് വേണം നമ്മൾക്ക് എടുക്കാനായിട്ട്. ഇങ്ങനെ ഇരിക്കും അത് പൊടിച്ചു കഴിയുമ്പോൾ. ഇത് നല്ല ഒരു ഫുൾ പാക്കേജ് ആണ് നിങ്ങളുടെ യൂത്ത്ഫുൾ ഗ്ലോവിന് വേണ്ടി. ഉണ്ടാക്കി ഉറപ്പായിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം. ഇത് എങ്ങനെയാണ് കുടിക്കുന്നത് നമ്മൾക്ക് നോക്കാം. ഇതിൽ നിന്നും ആവശ്യമുള്ള അത്ര ഒരു 1/4 സ്പൂൺ 1.5 സ്പൂൺ പൗഡർ എടുത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ചെറിയ ചൂടിൽ വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ. ഫുൾ ഫ്ലെയിം വെക്കരുത്. അടിക്ക് പിടിച്ച് അതിന്റെ ടേസ്റ്റ് മൊത്തം മാറും. ഇപ്പൊ നല്ല ഒരു സ്മെല്ലായിരിക്കും ആ പൗഡറിന്. എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. റോസ്റ്റ് ചെയ്തെടുത്തെങ്കിൽ ടേസ്റ്റ് കാണില്ല, നമുക്ക് കുടിക്കാൻ തോന്നില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ഷുഗർ ഉള്ളവർക്ക് കുറച്ചിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തൈരോ മോരോ ഒഴിച്ച് ഉപ്പിട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് ആണ് കരിപ്പട്ടി വെച്ചിട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ അത് ഷഫിൾ ചെയ്ത് ഉപയോഗിക്കാം. 3 ദിവസം കരിപ്പട്ടി ഇട്ട് ഉപയോഗിക്കാം, 2 ദിവസം മോരൊഴിച്ച് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും ഒഴിക്കാം. ആ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കിത് ടീ കോഫി പോലെ കുടിക്കാവുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം, 5 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക്. നിങ്ങൾക്കിത് രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ഒരു ഗ്ലോ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകും. നല്ല യൂത്ത്ഫുൾ ഗ്ലോ, നിങ്ങൾക്കുള്ള ഏജിന്റെ ടയർഡ്നെസ്സിലോട്ടുള്ള ലുക്കൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കമന്റ് ഇടാൻ മറക്കരുത്.
ശരിക്കും നമ്മളുടെ ഫേസിന് നല്ല പ്രകാശം തരണമെന്ന് നമ്മൾക്ക് പ്രകാശം ഉണ്ടാകണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്, പാടുകളൊന്നും ഇല്ലാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ല സ്മാർട്ടായിട്ട് പണ്ടത്തെ പോലെ നടക്കണമെന്നും ഇരിക്കണമെന്നും നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. ലോ സിറ്റിംഗ് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ തന്നെയും നമ്മൾക്ക് കുറച്ച് ഏജ് ആയത് നമ്മളെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ വെയ്റ്റിനെ ഒന്ന് മാനേജ് ചെയ്യാൻ, എക്സ്ട്രാ ഫാറ്റൊക്കെ എവിടെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇടുപ്പിൻ്റെ സൈഡ്, ഇടുപ്പിന് എന്താ പറയുക, നടുവിൻ്റെ സൈഡിലൊന്ന് ഒരു എക്സ്ട്രാ ഫാറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളുടെ കൈ ചിലർക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സാഗാകും, അങ്ങനെ സാഗായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആകാതെ മസിൽ പവർ റീഗെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. ഈ ഒരു ഡ്രിങ്ക് മാത്രം പോലെ നിങ്ങൾ നടക്കാൻ പോവുകയും ചെറിയ ചെറിയ തോതിലുള്ള എക്സസൈസ് ബെഡിൽ കിടന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 kg 2 kgയുടെ 2 പെയർ ഡംബിൾസ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ബെഡിൽ കീപ്പ് ചെയ്യാം. സമയം കിട്ടുമ്പോഴൊക്കെ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ കൈ നല്ല ഷേപ്പായിട്ട് കിട്ടാനും, കൈ ഇവിടെ ഒന്നും തൂങ്ങാതെ നല്ല മസിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ അബ്ഡോമനും വയറും നല്ല ഷേപ്പായിട്ട് കിട്ടാനായിട്ട് ആ തമ്പൽസ് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ 2 kg മതി. അതിൽ കൂടുതൽ ഈ ഒരു ഏജിൽ നമുക്ക് ചിലപ്പോൾ വിരലൊക്കെ വേദന എടുത്തെന്നിരിക്കും. കുറേശ്ശെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ വളരെ നല്ലതാണ്. ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഒരുപാടുണ്ടാവും. ഫേസിന് നല്ല കളർ കിട്ടാനും, യൗവനം നിലനിർത്താനും, സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാനും ഒക്കെ അകത്തുനിന്നൊരു ഗ്ലോ കിട്ടാനായിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് വളരെ നല്ലതാണ്. നമ്മൾ ഒരു സ്മാർട്ടായിട്ട് നമ്മൾ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഐഡിയാസ് നമ്മളുടെ മനസ്സിലുണ്ട് അല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. പക്ഷെ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് ഇതൊന്നും വർക്കാവില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ അത്ര ഷാർപ്പായിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളെ ബ്രെയിൻ നമ്മളുടെ മനസ്സിനും നമ്മളുടെ ബോഡിക്കും അനുസരിച്ച് ആ ഒരു ഏജ് ആകുമ്പോൾ വർക്ക് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സാധനം വെക്കും, പൊട്ടവും താഴെ വീഴും, നമ്മൾ വിചാരിക്കും അവിടെ എത്തിയെന്ന്. അല്ല എവിടെയെങ്കിലും കിച്ചൺ വരെ പോവും, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എന്തിനാ പോയെന്ന് മറന്നു പോവും. അങ്ങനെയൊക്കെ കുറേശ്ശെ ഏജിൻ്റെ സിംറ്റംസ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യാറുണ്ട് പല സമയത്തും. അതിനെയൊക്കെ നമ്മുടെ മെമ്മറി ലോസിനെ ഒന്ന് റീഗെയിൻ ചെയ്യാനും നമ്മളുടെ ഹോർമോൺസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഇതിനകത്തുള്ള എള്ളും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്കും അതിൻ്റെ ഗുണം അറിയാം. നിങ്ങൾക്ക് കരിപ്പട്ടി ഉപയോഗിക്കുന്നവർക്ക് കരിപ്പട്ടി ഉപയോഗിക്കാം, മോരോ തൈരോ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഇല്ല നിങ്ങൾക്ക് ചില ദിവസങ്ങളിലൊക്കെ മാറ്റി ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം കരിപ്പട്ടി ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ബാക്കി 3 പ്രാവശ്യം നിങ്ങൾക്ക് മോര് ഉപയോഗിക്കാം. ഇല്ല ബാക്കിയുള്ള 2-3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് സോൾട്ട് മാത്രം ഇട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ നമ്മൾക്ക് സ്വീകരിക്കാം. പാൽ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, പാലില്ലാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും കുടിക്കാം. ഇപ്പോഴൊക്കെ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കൊക്കെ നമ്മൾക്ക് ടെട്രാ പാക്കിലൊക്കെ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. നമ്മൾക്ക് പറ്റുന്ന പോലൊക്കെ നമ്മളുടെ ആരോഗ്യത്തെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിൻ്റെയും ഫേസ് പാക്കിൻ്റെയും ഒക്കെ പ്രയോജനം നമ്മളുടെ ഫേസിലോട്ട് കിട്ടുകയുള്ളൂ. എത്ര തന്നെ ഇനി നമ്മൾ ഹെന്നയൊക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഫേസിലുണ്ടാകുന്ന ആ ഒരു ടയേർഡ്നെസ്, ആ ഒരു ഏജിൻ്റെ ലുക്ക്, വെള്ളം ഒഴിക്കാത്ത ചെടി പോലെ വാടിക്കിടക്കുന്ന ആ ഒരു ലുക്കൊക്കെ ഒന്ന് മാറ്റി കവിളൊക്കെ ഒന്ന് തുടുത്ത് വന്ന് നല്ല മുഖത്തിനൊക്കെ നല്ലൊരു ഷേപ്പ് കിട്ടാനും, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫാറ്റിനെയൊക്കെ ഉരുക്കി നല്ല കറക്റ്റായിട്ട് നിങ്ങളുടെ ഹങ്കറിനെ, നമ്മളുടെ വിശപ്പിനെ ഒന്ന് മാനേജ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്കിത് രാവിലെയും വൈകിട്ടും കുടിക്കാവുന്നതാണ്. ഞാൻ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി തന്നെ കഴിക്കണം കേട്ടോ. നമ്മളുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ അല്ല. കാരണം നമ്മൾ അകത്തേക്ക് കഴിക്കാനുള്ള ഒരു സാധനവും നമ്മൾ സെയിൽ ചെയ്യാറില്ല, നമ്മൾ ഉണ്ടാക്കാറില്ല. നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ട് പറയാറേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് വെച്ച് നന്നായിട്ടൊരു പാനിൽ അല്ലെ മൺചട്ടിയിലൊക്കെ വറുത്ത് നിങ്ങൾക്കിത് പൊടിച്ച് വെച്ചാൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് കേടാവാതിരിക്കും. അത് കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യം. പിന്നെ ഇത് വറുത്ത് പൊടിച്ച് കഴിയുമ്പോൾ ചൂടോടെ എടുത്ത് കണ്ടെയ്നറിലോട്ട് ആക്കരുത്. കാരണം ഈർപ്പം വന്നിട്ട് ചൂടും അന്തരീക്ഷ ഊഷ്മാവും കൂടെ ചേരുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് മോയ്സ്ചർ ഉണ്ടാകും. ആ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇത് കനച്ചു പോകും. നല്ലതായിട്ട് നിവർത്തി വലിയ പ്ലേറ്റിലൊക്കെ ഇട്ട് നല്ല റൂം ടെമ്പറേച്ചറിലൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കാൻ. ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ സ്റ്റൊമക്കൊക്കെ ക്ലീൻ ആകും, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇത് കൊച്ചു കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. കൊച്ചുകുട്ടികൾ എന്ന് ഞാൻ പറയുന്നത് 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്കും ഇത് കുറുക്കി കൊടുക്കാം. ഞാൻ പറയുന്ന 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്കും ഇതുപോലെ ഈ ഡ്രിങ്ക്സ് ആക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാം, തിക്നെസ് കുറയ്ക്കാം. അങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ ദഹനത്തിനനുസരിച്ച് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. ഓണത്തിന് എല്ലാവരും റെഡി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണാം. ടേക്ക് കെയർ.